believe in God our Father. I believe in Christ. ഹലോ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ടോക്സിക് റിലേഷൻഷിപ്പാണ്. ഈ വീഡിയോ കാണുന്ന പലരും അങ്ങനെ ഒരു ബന്ധത്തിൽ കൂടി കടന്നു പോകുന്നുണ്ടായിരിക്കും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പെട്ടെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല നമ്മളൊരു മോശമായ റിലേഷൻഷിപ്പിൽ കൂടെയാണ് കടന്നു പോകുന്നതെന്ന്. ആദ്യ കാലങ്ങളിലൊക്കെ നമ്മൾ ചിന്തിക്കും നമ്മളോടുള്ള അത്രയ്ക്കുള്ള സ്നേഹം കൊണ്ടല്ലേ, കെയർ കൊണ്ടല്ലേ എന്നൊക്കെ. അങ്ങനെ നമ്മൾ മനസ്സിലാക്കി തുടങ്ങുമ്പോഴേക്ക് ആ റിലേഷൻ സ്ട്രോങ് ആയിട്ടുണ്ടാവും. അതിൻ്റെ അതിർവരമ്പുകൾ പൊട്ടിച്ച് എങ്ങനെ പുറത്തു കിടക്കണമെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. റിലേഷൻഷിപ്പിന് ഉള്ളിലെ ടോക്സിസിറ്റി എന്ന് പറയുന്നത് ആരിൽ നിന്നുമാകാം. നമ്മുടെ ഫാമിലിയിൽ നിന്നാകാം, ഫ്രണ്ട്സിൽ നിന്നാകാം, കൊളീഗ്സിൽ നിന്നാകാം, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറിൽ നിന്നോ ലവറിൽ നിന്നോ ആകാം. അങ്ങനെ എനിക്കും ഉണ്ടായിരുന്നു ഒരു ടോക്സിക് റിലേഷൻഷിപ്പ്. ഒരുപക്ഷെ ഞാൻ സ്നേഹിച്ചതിലും കൂടുതൽ എന്നെ സ്നേഹിച്ചത് അവളായിരിക്കും. പക്ഷേ എന്നും പിണക്കവും അടിയും ഒക്കെ തന്നെയായിരുന്നു. ഡെയിലി ഫോൺ വിളിച്ചില്ലെങ്കിൽ, ആരോടെങ്കിലും സംസാരിച്ചാൽ അങ്ങനെ നീളുന്ന ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. എല്ലാത്തിൻ്റെയും റിസൾട്ട് വിഷമവും കരച്ചിലും ഒക്കെ തന്നെയായിരുന്നു. അങ്ങനെ കുറേ നാൾ കൂടിയപ്പോൾ ഈ ബന്ധം വീണ്ടും വഷളാകാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഒരാളോട് ഗൈഡൻസ് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിനക്ക് ദുഃഖം തരാനാണെങ്കിൽ എന്തിനാണ് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ്, അത് നീ കട്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന്. പക്ഷെ അത് ഡൈജസ്റ്റ് ചെയ്യാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ബന്ധത്തിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളൊരു ലേഡിയാണ്. പിന്നെ ഇതൊരു ഞങ്ങൾ ലവേഴ്സ് ഒന്നുമല്ല. അപ്പോൾ പിന്നെ ഞാൻ എന്തിനാ ബന്ധം കട്ട് ചെയ്യണം എന്നായിരുന്നു എനിക്ക് തോന്നിക്കൊണ്ടിരുന്നത്. വീണ്ടും ആ ബന്ധവുമായിട്ട് ഞാൻ മുന്നോട്ട് പോയി. വീണ്ടും ആ ബന്ധം കൂടുതലും വഷളായിക്കൊണ്ടിരുന്നതേ ഉള്ളൂ. എന്നും വഴക്കും സെൽഫിഷ്നെസ്സും കരച്ചിലുകളും ഒക്കെ തന്നെയായി മുന്നോട്ട് പോയി. അങ്ങനെ ഒരു പരിധി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ ബൗണ്ടറീസ് ഒക്കെ വിച്ഛേദിച്ച് വെളിയിൽ കടന്നു. അങ്ങനെ ആ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഫ്രണ്ടാക്കി മാറ്റി. ഞാൻ ആ ബന്ധത്തെ പൂർണ്ണമായി കട്ട് ചെയ്തില്ല. പക്ഷേ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള സ്ഥാനത്ത് നിന്ന് അതിനെ ജസ്റ്റ് ഫ്രണ്ട് മാത്രമാക്കി മാറ്റി. അതിന് ഞാൻ ഉപയോഗിച്ച മാർഗം ഒരു പരിധി വരെ ഇഗ്നോറൻസ് ആയിരുന്നു. അവസാനമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളിൽ പലരും ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കുമെന്ന് അറിയാൻ വയ്യാതെ വിഷമിക്കുന്നവരുണ്ടാകും. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതുന്നവരുണ്ടാവും. ഇതിൽ നിന്ന് ഒരിക്കലും പുറത്ത് കിടക്കാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്കൊരു ജീവിതമേ ഉള്ളൂ. അത് കരഞ്ഞും വിഷമിച്ചും തീർക്കുവാനുള്ളത് മാത്രമല്ല. ഇതിൽ നിന്ന് പുറത്ത് കിടക്കുവാനുള്ള ധൈര്യം നമ്മൾ തന്നെ ആർജിക്കേണ്ടതാണ്. ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം.